കോൺഗ്രസ് ഭരണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം. 25 കോടിയുടെ ക്രമക്കേട് ആരോപിച്ച് നിക്ഷേപകർ സഹകരണ സംഘത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് നിക്ഷേപകർക്ക് പണം നൽകാൻ തീരുമാനമായി. അരുവിക്കര പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപം ഭരണസമിതി തട്ടിയെടുത്തു എന്നതാണ് പരാതി. ബാങ്കിലെ ഉദ്യോഗസ്ഥർ വ്യാജരേഖ ചമച്ച് കോടികൾ തട്ടിയെടുത്തതായി നിക്ഷേപകർ ആരോപിച്ചു. 100ഓളം പേരാണ് നെടുമങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും പോലീസിനും പരാതി നൽകിയത്. കോൺഗ്രസ് നേതാവും വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇന്ദുലേഖയും പരാതി നൽകിയവരിൽ പെടും. ഞാൻ 2 വർഷത്തിന് മുമ്പാണ് ഇവിടെ ഒരു 3 ലക്ഷം രൂപ ഇട്ടത്. ആ 3 ലക്ഷം രൂപ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 28,500 രൂപ ഇൻട്രസ്റ്റോട് കൂടി പുതുക്കിയിട്ട് എൻ്റെ ഡേറ്റ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കഴിഞ്ഞത്. അപ്പോൾ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾക്ക് ആ മെച്ചറാവുന്ന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷേ മെച്ചറായി 1 മാസം കഴിഞ്ഞിട്ടും തന്നില്ല. അപ്പോൾ ഞാൻ AR ഒരു പരാതി നെടുമങ്ങാട് കൊടുത്തു. അപ്പോൾ AR പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട്, പരാതികൾ കെട്ടിക്കിടക്കുകയാണ്, എന്തായാലും അത്യാവശ്യ കാര്യങ്ങൾക്കാണെങ്കിൽ നോക്കട്ടെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവിന് ഈ ഒക്ടോബർ 21 ഒരു ഓപ്പറേഷൻ SP ഫോർട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു 5 ലക്ഷം രൂപ എനിക്കതിൽ എനിക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ സെക്രട്ടറി ഇന്ന് തരാൻ സർട്ടിഫിക്കറ്റ് വരാൻ പറഞ്ഞ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വന്നപ്പോഴത്തേക്കാണ് ഈ ആൾക്കാർ കൂടി നിന്ന് പലർക്കും പൈസ കിട്ടാനുണ്ടെന്ന് അറിഞ്ഞത്. നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് തഹസിൽദാറുടെ നേതൃത്വത്തിൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവും ഏർപ്പെടുത്തി. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ സംഘം സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിഷേധിച്ചത്. സ്ഥിര നിക്ഷേപകർക്കും ചിട്ടിത്തുക നിക്ഷേപിച്ചവർക്കും പലിശ ലഭിക്കാത്തതിനെ തുടർന്നാണ് വിഷയം രൂക്ഷമായത്. വകുപ്പ് തല അന്വേഷണത്തിൽ 25ഓളം കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. നിക്ഷേപകർ അറിയാതെ അവരുടെ രേഖകൾ ഉപയോഗിച്ച് കോടികൾ ലോൺ എടുത്തതായും ആരോപണമുണ്ട്. തഹസിൽദാറും പോലീസ് സംഘവും സെക്രട്ടറിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഗഡുക്കളായി പണം നൽകാമെന്നും തീരുമാനമായി. അത്യാവശ്യമുള്ളവർക്ക് നവംബർ 1 മുതൽ 5 വരെ പണം തിരികെ നൽകും. 2004 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിനാണ് സഹകരണ സംഘത്തിന്റെ നിയന്ത്രണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.